ചില ഇഷ്ടങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മളെ പിന്തുടരും, ശരിയല്ലേ? ഞാൻ എൻ്റെ മറ്റൊരു ഇഷ്ടം കൂടെയാണ് ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേട്ടോ. പുറകുവശത്തെ മരത്തിൽ നിറയെ ഫിഞ്ചസിനെ പോലുള്ള ചെറിയ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കിളികൾ കൂട് വച്ചിട്ടുണ്ട്. പലപ്പോഴും താഴെ വന്ന് ഓരോന്നും കൊത്തിപ്പറക്കി കഴിക്കുന്നത് കണ്ടപ്പോഴാണ് ഇവർക്കൊരു ഫുഡ് ഫീഡർ സെറ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചത്. അങ്ങനെയാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഈ സംസ്കരിച്ച പുഴുക്കളൊക്കെ അടങ്ങിയ ഡ്രൈഡ് മീൽ വേംസിൻ്റെ ഒരു ബോക്സ് വാങ്ങിയത്. കൂടെ തൂക്കിയിടാവുന്ന ഒരു ബേർഡ് ഫീഡറിൻ്റെ സെറ്റും കൂടെ വാങ്ങി. ഇവിടെ മിക്ക വീടുകളിലും ഗാർഡനോട് ചേർന്ന് ഇതുപോലെ കിളികൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. നമ്മുടേത് വലിയ ഗാർഡനൊന്നും അല്ല കേട്ടോ, പക്ഷെ പറയുമ്പോൾ ഒരു സുഖം. കിളികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഈ പുഴുക്കളെ കണ്ടപ്പോൾ മോക്ക് ഭയങ്കര പേടിയായി കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഈ പരിപാടിക്ക് എൻ്റെ കൂടെ കൂടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഫീഡർ ദേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആ മരത്തിൻ്റെ ഒരു ചില്ലയിൽ തന്നെ തൂക്കണം. തീരുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നിറയ്ക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ കിളികൾക്ക് ഈ കുത്തിപ്പറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൽ നിന്ന് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. ഇനി ഇത് കിളികൾ വരാൻ വേണ്ടി നമ്മുടെ ഫീഡർ ബോക്സ് ഇവിടെ കട്ട വെയിറ്റിംഗിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ചുട്ടയിലെ ശീലം ചുടലവര എന്നല്ലേ. വീടിന് ചുറ്റും ഒരു പക്ഷിസങ്കേതം ഒരുക്കിയായിരുന്നു നാട്ടിൽ കേട്ടോ. എന്തായാലും ഇത് തൽക്കാലം എൻ്റെ പണിസാധനങ്ങളൊക്കെയുള്ള ഗോഡൗണാണ്. താമസിയാതെ ഈ ഒരു കൂട്ടിലും കയറി താമസിക്കാൻ പുതിയ ആൾക്കാർ ഉടനെ തന്നെ എത്തുന്നതാണ്. ക്ഷണികമായ ഈ ഒരു ജീവിതത്തിൽ ചുറ്റിലുള്ള സഹജീവികളെയും സസ്യജാലങ്ങളെയും ഒക്കെ കൂടെ കൂട്ടി അവർക്കൊപ്പം കൂടി കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന ചെറുതല്ലാത്ത ഒരു സന്തോഷമുണ്ടല്ലോ, അതിനി ഇവിടെയും തുടരും. ലോകത്ത് എവിടെയായാലും എനിക്ക് ഞാനാവാനല്ലേ പറ്റൂ, അല്ലേ? ഗുഡ് ബൈ.